ഉള്ളൊരു സീനിയർ വ്യക്തിയെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ആദ്യം തന്നെ രഘുനാഥ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നിരുന്നാലും ഞാൻ വളരെ കുറച്ച് മാത്രമായി, അതായത് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് കവർ ചെയ്ത് പോവുകയാണ്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ഷൂട്ടിംഗ് ഫെഡറേഷൻ സി സർട്ടിഫിക്കറ്റ് ഫിൻലാൻഡ് കോച്ച്, 2012 കോച്ചാണ്. ഇന്റർനാഷണൽ ജഡ്ജ് ബി ക്വാളിഫൈഡ് ഇന്ത്യൻ ടീം കോച്ചാണ് 2018-21 കാലഘട്ടങ്ങളിൽ. ഇന്ത്യൻ നേവി ടീം കോച്ചാണ് 2012-22 കാലഘട്ടങ്ങളിൽ. അതുപോലെ ലെഫ്റ്റനന്റായി 29 വർഷത്തെ ഇന്ത്യൻ നേവി സർവീസ് കഴിഞ്ഞ് 2022 റിട്ടയർ ചെയ്ത അദ്ദേഹം ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മലയാളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൽ നിന്ന്, കേരളത്തിന്റെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളത്തിന്റെ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പെർമനന്റ് അഡ്രസ്. അതേപോലെ ഇന്റർനാഷണൽ മെഡൽസ് ഏകദേശം 11ഓളം ഗോൾഡ് മെഡലും 2 സിൽവറും 2 ബ്രോൺസും അടക്കമുള്ള ഇന്റർനാഷണൽ മെഡൽസും, നാഷണൽ മെഡൽസ് 18ഓളം മെഡൽസ്, 18ലധികം മെഡൽസ് അദ്ദേഹം നാഷണൽ ലെവലില് നേടിയിട്ടുണ്ട്. അതുപോലെ 2008 ഒളിമ്പിക്സ് ഗെയിംസിലേക്ക് അദ്ദേഹം ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 10 ഇന്റർനാഷണൽ പ്രോഗ്രാമുകളാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. ആ പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹം അത്രയും മെഡലുകൾ നേടിയിട്ടുള്ളത്. അതുപോലെ ഏകദേശം ഇന്റർനാഷണൽ റെപ്രസെന്റേഷൻ 26ഓളം, അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം 2006 മുതൽ 2019 വരെ ഏകദേശം 26ഓളം ഇന്റർനാഷണൽ ഇവന്റ്സിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ 32ഓളം നാഷണൽ ഇവന്റ്സിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും നാഷണൽ മെഡൽസുകൾ കിട്ടിയിരിക്കുന്നത്. ഏകദേശം 1995 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിലായി 32ഓളം നാഷണൽ ഇവന്റ്സ് ആണ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ 1996, 2002, 2007, 2011, അതായത് 30, 32, 33, 34 എന്നീ നാഷണൽ ഗെയിംസിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2002-ലും 2007-ലും 2 സിൽവർ മെഡലുകൾ, ഓരോ സിൽവർ മെഡലുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേവിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഇപ്പോ ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് ഇന്ന് ഈ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം ഈ ഗ്രൂപ്പിനോട് അറിയിക്കുന്നു. അതുപോലെ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, ഓൺലൈനാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്. കാരണം ഓഫ്ലൈനിൽ ഒരു പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ല ഓൺലൈനിൽ നിന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇത്രയും സീനിയർ ആയിട്ടുള്ള, ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെ നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ കിട്ടിയതിലുള്ള സന്തോഷവും താങ്കൾ അതിന് അനുവദിച്ചതിനുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നടത്താനായി അങ്ങേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു സർ. താങ്ക് യു ആൻഡ് വെൽക്കം ടു സ്പീക്ക് സർ. രഘുനാഥ് സാർ, രഘുനാഥ് സാറിന്റെ നെറ്റ്വർക്ക് കുറച്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. സാം, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? രഘുനാഥ് സാറിന്റെ നെറ്റ്വർക്കിന് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. Manoj sir and all team members. Can you hear? Hello. കേൾക്കാം സാർ. I hope there is some network issue over there. നെറ്റ്വർക്ക് സ്റ്റക്ക് ആണ്. സാറിന്റെ വീഡിയോ സ്റ്റക്ക് ആയിട്ടാണ് കാണുന്നത്. Can you hear? കേൾക്കാം, പക്ഷേ സൗണ്ട് വളരെ കുറവ്, അതായത് നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം സാർ. സാർ അങ്ങനെയാണെങ്കിൽ സാർ ഒന്ന് വീഡിയോ ഒന്ന്, ഓക്കെ, ഇപ്പം ക്ലിയർ ആയി തോന്നുന്നു. പക്ഷേ വീഡിയോ സ്റ്റക്ക് ആണ്. ഓഡിയോ സാർ കേൾക്കുന്നുണ്ടോ? സാർ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമോ? രഘുനാഥ് സാറിന്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമോ? വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടോ? വീഡിയോ കട്ട് ചെയ്യാം. ക്ലിയർ ആണ്, ഇപ്പൊ ക്ലിയർ ആണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് ക്ലിയർ ആണ്. ഈ ഒരു പ്രശ്നമാണ് മെയിൻ ഓൺലൈനിലുള്ള ക്ലാസ്സുകൾക്കും ഇതെല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാല്
നമ്മൾ പറയുമ്പോൾ ചിലവർക്ക് കേൾക്കില്ല, കേട്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. ഓക്കെ, എനിവേ, സോ താങ്ക് യു മനോജ് സർ ആൻഡ് ടീം. സോ ഈ ഒരു സെഷൻ കൊണ്ട് സാറ് പറഞ്ഞു ഒരു ബേസിക് ഷൂട്ടേഴ്സും ഉണ്ട്, പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയ ഷൂട്ടേഴ്സുകളും എല്ലാവരും ഉള്ളത് കാരണം പിന്നെ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയകൾ പറയാം. കേൾക്കാമല്ലോ? ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഷൂട്ടിംഗ് ഒരു ക്ലീൻ സ്പോർട്സ് ആണ്. ആ ക്ലീൻ സ്പോർട്സ് എന്ന് പറയാൻ കാരണം ഇതില് ജഡ്ജ് സെൽഫ് ജഡ്ജാണ്. ഓരോ ഷൂട്ടേഴ്സും സെൽഫ് ജഡ്ജാണ്. ഒരു ഷോട്ട് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ആ ഷോട്ട് എങ്ങനെ നന്നായിട്ട് കിട്ടിയെന്നും എങ്ങനെ മോശമായെന്നുള്ള ജഡ്ജ് ചെയ്യേണ്ടത് സ്വന്തം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു ക്ലീൻ സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഏത് വയസ്സിലും സ്റ്റാർട്ട് ചെയ്യാം. ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ടു സ്റ്റാർട്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് ദർ ഇസ് നോ ഹാർഡ് ഫിസിക്കൽ റിക്വയർമെന്റ് കമ്പയർഡ് ടു അതർ സ്പോർട്സ്. അപ്പം വേറെ പല സ്പോർട്സുകളും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ എൻഡ്യൂറൻസ് വളരെ കൂടുതൽ വേണ്ട സ്പോർട്സിനെക്കാളും എത്രയോ കുറവ് എന്താ പറയേണ്ടത്, ഫിസിക്കൽ എൻഡ്യൂറൻസും കുറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സാണ്. പക്ഷെ മെന്റലി ഇറ്റ് ഈസ് മോർ ഇൻവോൾവ്. മെന്റൽ ഗെയിമാണെന്ന് ഇതിന് പറയാം. മൈൻഡ് കൂടുതൽ ഇൻവോൾവ്മെന്റ് വേണ്ട ഒരു ഗെയിമാണ്. അതുകൊണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലെവലിൽ എത്തിയാലും ഇല്ലെങ്കിലും ആ കുട്ടിക്ക് മെന്റലി ഫിസിക്കൽ എന്താ പറയുക മെന്റൽ കപ്പാസിറ്റി, കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും. ദാറ്റ് ഈസ് ഈക്വലി ഹെൽപ്പ് ഇൻ സ്റ്റഡീസ് ആൻഡ് ഫർദർ എന്താ പറയേണ്ടത് എക്സാം പ്രിപ്പറേഷൻ. ഏതിനായാലും ശരി മെന്റൽ കോൺസെൻട്രേഷൻ ഗുണകരമാണ്. അപ്പം ആ ഒരു പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ ക്ലീൻ സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബീങ് എ നാഷണൽ പ്ലെയർ. നമ്മളിപ്പോൾ ഒരു നാഷണൽ പ്ലെയർ എന്ന് പറയുമ്പോൾ ഏതൊരു വേറെ സ്പോർട്സുകൾ എടുത്തു കഴിഞ്ഞാലും ഒരു നാഷണൽ പ്ലെയർ എന്ന് പറഞ്ഞ ഒരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം എത്ര കഷ്ടപ്പാടുണ്ടെന്നുള്ളൂ. ഒരു ക്രിക്കറ്റ് എടുത്തോളൂ, ഒരു അത്ലറ്റിക്സ് എടുത്തോളൂ, ഏത് ഗെയിമായാലും. അപ്പം ഷൂട്ടിങ്ങിന്റെ എന്താ ഗുണം വെച്ചാൽ ഷൂട്ടിംഗ് ഒരു 6 മാസത്തെ ഒരു നല്ല ട്രെയിനറെ വെച്ച് ചെയ്യുവാണെങ്കിൽ 6 മാസം കൊണ്ട് ഒരു നാഷണൽ പ്ലെയർ വരെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് നമ്മളെ നേവിയിലുള്ള ഒരു ലേഡി ഷൂട്ടർ വന്നിട്ട് വിത്തിൻ 8 months ഷീ ബിക്കം എ ഇന്റർനാഷണൽ മെഡലിസ്റ്റ്. 3 മാസം കൊണ്ട് സൗത്ത് സോൺ ക്വാളിഫൈ ആയി, ഫോളോഡ് ബൈ നാഷണലിൽ നല്ല സ്കോർ വന്നു. സെലക്ഷൻ ട്രയലിൽ 2 സ്കോർ, ഹയസ്റ്റ് സ്കോർ അടിച്ചപ്പോൾ 3 സ്കോർ കൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ എയർ ഗൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ആയി ചൈനയിൽ പോയി മെഡലും വാങ്ങി. അപ്പം വിത്തിൻ 8 months ബിക്കം എ ഇന്റർനാഷണൽ മെഡലിസ്റ്റ്. അപ്പം ചിന്തിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചിലവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വേറെയാണ്. ചിലവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും. അത് ഒരാളുടെ ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പം അങ്ങനെയുള്ളൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പം ഇത് പിന്നെ ഈ നാഷണൽ പ്ലെയർ ആവുക എന്നുള്ളത്, നാഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുക, നാഷണൽ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് ഇപ്പം ഒരു അഡ്മിഷന് പോവുകയാണെങ്കിലും ഏതിനെങ്കിലും പോവുകയാണെങ്കിൽ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. നാഷണൽ പ്ലെയർ ഓൾവേസ് പ്രയോറിറ്റി നമ്പർ 1. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളും ഈ സ്പോർട്സിനെ കൊണ്ട് ഉണ്ട്. പിന്നെ ഇതിനെ എല്ലാ പോസിറ്റീവും പറയുമ്പം വേറെ കുറച്ച് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കൺസ്ട്രെയിൻസ് പറയാൻ പറ്റും. കൺസ്ട്രെയിൻസ് മെയിൻലി ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു 3 കാറ്റഗറിയിലാണ് ഇതിനെ തിരിക്കുന്നത്. ഒരു ഷൂട്ടർ ഒരു റേഞ്ചിൽ അറിഞ്ഞുകൊണ്ട് ഷൂട്ടർ ആവണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ 3 തരത്തിലുള്ള കാറ്റഗറി അതിലുണ്ടാവാറ്. ഒന്ന് ഫൺ ഷൂട്ടർ. ഫൺ ഷൂട്ടർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സ്കില്ലോ പ്രത്യേകിച്ച് ടൈമിങ്ങോ പ്രത്യേകിച്ച് എന്താ വേണ്ടേ ഒരു പർട്ടിക്കുലർ ടൈമിംഗ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഫൺ ഷൂട്ടിങ്, കമ്മിങ് ആൻഡ് ഷൂട്ടിങ്, ഗോയിങ്. ഓക്കെ, കൊണ്ടും ഇല്ലെങ്കില്ല. അപ്പോൾ അത് ഫൺ ഷൂട്ടിംഗ് എന്ന് പറയാം. പിന്നെ ഉള്ളത് ഒരു ഷോർട്ട് ടേം പ്ലാൻഡ് പർപ്പസ് ഓറിയന്റഡ്. അതിന് നമ്മളിപ്പം പറയാന്ന് വെച്ചാൽ ഒരു കുട്ടി ഇപ്പം 10th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് ഒരു 2 കൊല്ലം ഷൂട്ട് ചെയ്തിട്ട് ഒരു ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ വാങ്ങണം. അങ്ങനെയുള്ള ചിന്തയിൽ വരുന്ന കുറച്ച് കുട്ടികൾ ഉണ്ട്. അത് മോശമെന്നല്ല, നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ആസ് എ കോച്ച് ഞാനിപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ എഫേർട്ട് ആ രീതിയിലുള്ള മാത്രം ചെയ്താൽ മതി.
അപ്പൊ അതും ആസ് എ കോച്ച്, ഇതിൽ കോച്ചസ് ആരെങ്കിലും ആ രീതിയിലുള്ള ഇവാലുവേഷൻ നടത്തണം, പിന്നെ ഫർദർ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം തേർഡ് കാറ്റഗറിയാണ് വരുന്നത് ചാമ്പ്യൻ കാറ്റഗറി. ചാമ്പ്യൻ ആവണം എന്ന് വിചാരിച്ചിട്ട് വരുന്നത്. അപ്പം ചോദിക്കുമ്പം എല്ലാവരും പറയും, എന്ത് പറയും, ഒളിമ്പിക് ഗോൾഡ് മെഡൽ വാങ്ങണം. ഇതിൽ കുറഞ്ഞ ആർക്കും ആഗ്രഹങ്ങൾ കുറവാണ്. അപ്പോൾ ഒളിമ്പിക് ഗോൾഡ് മെഡൽ വാങ്ങുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ടാർഗറ്റ് അല്ല. പക്ഷേ ആസ് ഓഫ് നൗ പോസിബിൾ ആണോ അല്ലയോ എന്ന് ചിന്തിക്കണം. ദർ ആർ മെനി സ്റ്റെപ്സ്. അതിൽ എത്തണം എന്നുണ്ടെങ്കിൽ ദർ ആർ മെനി സ്റ്റെപ്സ്. അപ്പോൾ സ്റ്റെപ്സ് ആദ്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ലാണ്ട് നമ്മൾ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു ഇമ്പോസിബിൾ ടാർഗറ്റ് ആസ് ഓഫ് നൗ ആണ്. അത് ചെയ്യാൻ പാടില്ല. അപ്പം പർട്ടിക്കുലർ ഡേയിലോ നമ്മൾ 3 തരത്തിലായിട്ട് തിരിക്കണം: ഷോർട്ട് ടേം പ്ലാൻ, ലോങ് ടേം പ്ലാൻ, മീഡിയം ടേം പ്ലാൻ ആൻഡ് ലോങ് ടേം പ്ലാൻ. ആ ലോങ് ടേം പ്ലാനിലായിരിക്കണം ഒളിമ്പിക്. അപ്പോൾ ഷോർട്ട് ടേം പ്ലാനിൽ നമ്മളൊരു സ്റ്റേറ്റ് ലെവലോ ഒരു സൗത്ത് സോൺ ലെവലോ ഒരു പ്രീ നാഷണൽ ലെവലോ അപ് ടു ക്വാളിഫിക്കേഷൻ ഓഫ് നാഷണൽ, അതൊരു ഷോർട്ട് ടേം പ്ലാനായിട്ട് സെറ്റ് ചെയ്യാം. മീഡിയം ലെവൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രയൽസ് ഫോളോഡ് ബൈ ഇന്റർനാഷണൽ സെലക്ഷൻ, എന്നിട്ട് പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് ഗെറ്റിംഗ് എ കോട്ട. അപ് ടു ദാറ്റ് ദർ ഈസ് എ മീഡിയം ടേം പ്ലാൻ. അതിനുശേഷമാണ് ലോങ് ടേം പ്ലാൻ, പ്രിപ്പയറിംഗ് ഫോർ എ ഒളിമ്പിക്. പ്രിപ്പയറിംഗ് ഫോർ എ ഒളിമ്പിക് ഇസ് ഡിഫറെൻറ്റ്, വിന്നിങ് ഒളിമ്പിക്സ് ഡിഫറെൻറ്റ്. സോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒളിമ്പിക്കിൽ ജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പോവുക എന്നുള്ള കാര്യം എളുപ്പമല്ല. അപ്പം ആ ഡിഫിക്കൽട്ടീസിനെ കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം ആദ്യം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ആ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും, ചില കുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പം അതിനിടയിലുള്ള ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഇസ് ടു മച്ച്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബെയറബിൾ ആണോ അല്ലയോ എന്ന് ചിന്തിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും. അത് ഒരു എന്താ പറയുക, മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നതാണ് ആർക്കായാലും. സപ്പോസ് ഐ വിൽ സേ മൈ എക്സ്പീരിയൻസ്, ഐ ടുക്ക് 9 years ടു ഇംപ്രൂവ്. അപ്പോൾ 9 years എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ് ടുക്ക് ദാറ്റ് ടൈം. അപ്പോൾ അത്രയും സമയം എനിക്കെടുത്ത് ഒരു ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ. അപ്പം ചില ഓരോരാളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിനനുസരിച്ച് ചിലവർ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും, ചിലവർ കുറച്ച് ലേറ്റ് ആയിട്ട്. അപ്പം അതിനുള്ള പേഷ്യൻസും അതിനുള്ള എന്താ പറയുക ക്ഷമയും ഹാർഡ് വർക്കും ചെയ്യണം. ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് എൻ്റെ ഒരു സജഷൻ. പിന്നെ എന്താണ് പറയേണ്ടത്, ഇപ്പോൾ നാഷണൽ ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ, നാഷണൽ ആൻഡ് ഫോളോഡ് ബൈ ഇന്റർനാഷണൽ ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ, ഈ ഇതിൽ കേൾവിക്കാരുണ്ടെങ്കിൽ അവരോട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രെയിനിങ് ഷുഡ് ബി എ പ്ലാൻഡ് വൺ. നമ്മളിപ്പം നാളെ ട്രെയിനിങ് ഉണ്ടോയെന്ന് സപ്പോസ് നാളെ ട്രെയിനിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്നേ പ്ലാൻ ചെയ്യണം നാളെ എന്താ ചെയ്യേണ്ടതെന്ന്. ലൈനിലെത്തിയിട്ട് പ്ലാനില്ലാതെ ലൈനിലെത്തുക, ദർ ഇസ് നോ പങ്ക്ച്വാലിറ്റി. ഒരു പങ്ക്ച്വാലിറ്റി അതിൽ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ നത്തിങ് അച്ചീവ്ഡ്. അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ആവാൻ പാടില്ല. എപ്പോഴും പ്ലാൻഡും ഗോൾ ഓറിയൻറ്റഡും പ്രാക്ടീസ് ആയിരിക്കും. അത് കോച്ചസ് സെറ്റ് ചെയ്ത് തരുന്ന രീതിയിൽ തന്നെ ചെയ്യുക. എൻഡ് ഓഫ് ദ ഡേ എന്താണ് അച്ചീവ് ചെയ്തെന്നുള്ളതാണ് മാറ്റർ. എന്നിട്ടുള്ള നെക്സ്റ്റ് ഡേ പ്രാക്ടീസ് എന്ന് പറയുന്നത് ആ ഇന്ന് അച്ചീവ് ചെയ്തതിൻ്റെ ഫോളോ അപ്പ് ആയിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു എവിടെയും ഒരു സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും കൺസിസ്റ്റൻറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. അല്ലാന്ന് വെച്ചാൽ എവറി ഡേ ഇറ്റ് വിൽ ബി എ ന്യൂ ഡേ. അപ്പോൾ നമ്മൾ പറയും ആ ദിവസം നല്ലതായെന്ന് കിട്ടും. ദിവസമല്ല, ഷൂട്ടർ സ്വയമാണ് നന്നാവേണ്ടത് ആൻഡ് പ്ലാൻഡ് ആയിരിക്കണം. അപ്പം പ്രത്യേകിച്ച് ഞാനിപ്പം ട്രെയിൻ ചെയ്യിക്കുന്ന കുറേ കുട്ടികൾ പറയുന്നത് വെച്ചാൽ പ്രാക്ടീസിൽ നല്ലതായിരുന്നു, അപ്പം മാച്ചിൽ മോശമായി. അതിന് കാരണമുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നത് മാച്ച് ചെയ്യുന്ന രീതിയിലാണോ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. എന്താ കാരണം വെച്ചാൽ, നമ്മൾ ഒരു ലെയിനിൽ റേഞ്ചിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ഫിക്സ് ആയിരിക്കണം. ആൻഡ് ആ ടൈം, യൂട്ടിലൈസിങ് ടൈം, അത് എത്ര മാച്ചിൽ പോസിബിൾ ആണോ അത്ര മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. പൊതുവെ കാണാറുള്ള റേഞ്ചിലെത്തി കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് സ്ലോലി സെറ്റിംഗ് അപ്പ് ആൻഡ് ഗെറ്റിംഗ് റെഡി. ഇത് നാഷണലിലോ ഏത് കോമ്പറ്റീഷനിലും പോസിബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് എ ഡേറ്റ് ആൻഡ് ടൈം റെസ്ട്രിക്ഷൻ വന്നു. അപ്പോൾ അതിൽ ആകെ കിട്ടുന്നത് 15 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമും പിന്നെ ഒരു 15 മിനിറ്റ് സൈറ്റിംഗ് ടൈമും പിന്നെ മാച്ച് ടൈം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ഇതുമാതിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ?
പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ദർ വിൽ ബി എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രാക്ടീസ് ആൻഡ് മാച്ച്. ഇത് നാച്ചുറൽ. അപ്പോൾ അതിനെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ടോ അത് ഒരു കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. വെച്ചാൽ വി ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ മാച്ച്. സോ ഇങ്ങനെയാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇതിനിപ്പം ഇതിൽ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ടു ഇൻട്രാക്ഷനിൽ മാത്രമേ നമുക്ക് അവരൊരാളുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഇത് മതിയാക്കുന്നു. അപ്പം കുട്ടികൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ വി ക്യാൻ ആസ്ക്. താങ്ക് യു രഘുനാഥ് സർ, ഒരു ബേസിക് ഐഡിയ കൊടുത്തതിന്. നമ്മുടെ ടീമിലുള്ള കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ചോദിക്കാം, വൺ ബൈ വൺ. എന്ത് ഡൗട്ടും ആവാം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് ഡൗട്ടും. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബിനിൽ എന്നാണ്. ഞാൻ തൊടുപുഴ മുട്ടം റേഞ്ചിലെ ഒരു ഷൂട്ടറാണ്. ഓക്കെ ഓക്കെ, ഞാൻ ചോദ്യം എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ. ആളിപ്പോ 7 വയസ്സ് കഴിഞ്ഞു. ആള് ടോട്ടലി ലെഫ്റ്റ് ഹാൻഡർ ആണ്. ആഹാ. ആൾക്ക് ഷൂട്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടി കൂടിയാണ്. അപ്പൊ എനിക്ക് ആളുടെ കരിയർ ഷൂട്ടിങ്ങോടുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ ആള് ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഫർദർ ആളുടെ ഭാവിയിലേക്ക് അത് എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുമോ? കാരണം ഞാൻ നാഷണൽ ലെവൽ ഷൂട്ടേഴ്സിലും തപ്പിയപ്പോഴൊക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടർ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഒരിക്കലേ. പിസ്റ്റളിൽ ഓക്കെയാണ്, പിസ്റ്റളിൽ ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടേഴ്സ് ഓക്കെ. ഞാൻ റൈഫിളിൽ നോക്കിയിട്ട് ആരെയും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. മേ ബി അത് മിസ്റ്റേക്ക് ആയിരിക്കാം. മിസ്റ്റേക്ക് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വളരെ ലിമിറ്റഡ് ഷൂട്ടേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടർ എന്തുകൊണ്ട് ഒരു ഇതുമില്ല. ഈവൻ റൈഫിളും പിസ്റ്റളും എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടേഴ്സിന് വേണ്ടിയിട്ടും എന്താ പറയുക ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്തത്, അല്ലാണ്ട് അതൊരു പ്രശ്നം കൊണ്ടല്ല. ഓക്കെ, ആള് ടോട്ടലി എല്ലാ രീതിയിലും ആള് ലെഫ്റ്റ് ഹാൻഡർ ആണ്. അതൊരു പ്രശ്നമില്ല. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടർ ആകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ നാട്ടിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പിസ്റ്റളോ റൈഫിളോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിവേ ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇവന്റ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് ആസ് എ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നില്ല ആ കോച്ചസ് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഈ കുട്ടിക്ക് ഏതിലാണോ താല്പര്യം, റൈഫിളാണോ പിസ്റ്റളാണോ, ഫോഴ്സ്ഫുള്ളി ഏത് ഇവന്റും ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചെയ്യിപ്പിക്കാൻ. അപ്പൊ ഒരു ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വെപ്പണും ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഏതിലാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ പറയുന്നത് പിസ്റ്റളോ റൈഫിളോ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റോക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അറ്റ് പ്രസന്റ് റൈഫിളോ പിസ്റ്റളോ ഉണ്ടെങ്കിൽ സ്റ്റോക്കോ ഗ്രിപ്പോ മാറ്റിയിട്ട് ഷൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിനിൽജി. മറ്റാരെങ്കിലും ചോദിക്കൂ. ആർക്കും ഡൗട്ട് ഇല്ലാത്തതുകൊണ്ടാണോ? ഏകദേശം 10-35 ആൾക്കാരുണ്ട്, പക്ഷെ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു സാർ. ഓക്കെ, അപ്പം ഡൗട്ട് വരുമ്പോൾ ചോദിക്കാം, നോ പ്രോബ്ലം. സാം സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ജയനുണ്ട്. ജയനൊന്നും മിണ്ടുന്നില്ലെന്ന്. ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങളുടെ ജയൻ മ്യൂട്ടാണ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കോച്ചിനെ കിട്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വെച്ചാൽ അല്ല, ഇനിയിപ്പം ഡൗട്ട് വരുവുള്ളൂ. അതെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നാളെ മുതൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും കുറെ ഡൗട്ടുകൾ വരും. സാറേ, കാണുന്നില്ല, ലൈറ്റിന്റെ ഓപ്പോസിറ്റിലായിരിക്കുന്നത്. കുഴപ്പമില്ല, ജയൻ ഇരിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് കുറവിന്റെയാണ്. കുഴപ്പമില്ല, ലൈറ്റ് പിറകിലായിരിക്കും ഉള്ളത്. അതെ, കുഴപ്പമില്ല. ജയൻ പറഞ്ഞു. സാർ, പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണോ സാർ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാമപ്പ് ചെയ്യുന്നതിനേക്കാളും വേണ്ടത് സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ നോർമൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന പല മസിൽസ് കോമ്പിനേഷനും അല്ല ഷൂട്ടിങ്ങിൽ വേണ്ടത്. അപ്പൊ ഷൂട്ടിങ്ങിൽ വേണ്ടത് ചില മസിൽസ്
എന്താ പറയേണ്ടത്, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ വാക്ക് ചെയ്യുമ്പോൾ നടക്കുമ്പോഴോ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ സ്റ്റാൻഡിങ് ചെയ്യുന്നത്. ഒരു 2-3 മണിക്കൂർ ഒരേ സ്റ്റാൻഡ് സ്റ്റിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് വർക്ക് കൂടുതൽ ചെയ്യണം, ചില മസിൽസ് വർക്ക് കുറച്ച് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രെച്ചിങ് സ്റ്റാർട്ടിങ് ചെയ്യുകയാണെങ്കിൽ ആ മസിൽസിനും ബോഡിക്കും പെയിനോ പിന്നെ വേറെ എന്താ പറയുക സ്ട്രെസ്സോ ഉണ്ടാവില്ല. അപ്പോൾ വാമപ്പും ഈ സ്ട്രെച്ചിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ്. മനസ്സിലായി സാർ. താങ്ക് യു സാർ. പിന്നെ അതുപോലെ ഫിസിക്കൽ, ഞാൻ പറഞ്ഞ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഫിസിക്കൽ അധികം വേണ്ടെന്ന്. പക്ഷെ ഫിസിക്കൽ വേണം ടു മേക്ക് ലങ്സ് കപ്പാസിറ്റി ഇൻക്രീസ്ഡ്. നമ്മളെ ഷൂട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ലങ് കപ്പാസിറ്റി, ബ്രീത്ത് ഹോൾഡിങ്. ബ്രീത്ത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ല ഷൂട്ടിങ് ചെയ്യാൻ പറ്റും. നമുക്ക് സോറി മനോജാണ്, ഈ കോമ്പറ്റീഷൻ ഫിയർ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മെത്തഡോളജിയാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക? കോമ്പറ്റീഷൻ ഫിയർ എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ആ കോമ്പറ്റീഷൻ ഫിയർ എന്ന് പറയുന്നത് നമ്മളൊരു ഓരോ ഇൻഡിവിജ്വലിനുള്ള ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ഇത് 10 കൊള്ളോ 9 കൊള്ളോ അതല്ലേ നോർമലി വരാറുള്ളത്. ഇത് നമ്മൾ മാച്ചിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും 10 വേണം. പ്രാക്ടീസിൽ നമുക്ക് 10 കിട്ടിയാലും 8 കിട്ടിയാലും 9 ഏത് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല 10ന് വേണ്ടി, എപ്പോഴും 10ന് വേണ്ടിയിട്ടുള്ളത്. എപ്പോഴും 10 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 അടിക്കലല്ല, ഗെറ്റ് 10 ബൈ ഡൂയിങ് പ്രോസസ്സാണ്. നമുക്ക് 10 അടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ കറക്റ്റ് പ്രൊസീജിയർ ചെയ്യാമെന്ന് 10 കിട്ടും. സോ എപ്പോഴും ഒരു ഷൂട്ടേഴ്സിന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഗെറ്റ് 10 ബൈ ഡൂയിങ് കറക്റ്റ് പ്രൊസീജിയർ rather than I want to shoot at 10. അപ്പോൾ മാച്ച് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കുറക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ബൈ സ്റ്റെപ്പ്. ഒരു ഷോട്ടിനുള്ള സീക്വൻസ് നമ്മൾ എല്ലാ സീക്വൻസുകളും അറിഞ്ഞിരിക്കണം. ഒരു സീക്വൻസ് പറയുമ്പോൾ ഒരു 10 സീക്വൻസ് വരും മിനിമം ഒരു ഷോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആ സീക്വൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അതിനെ ഫോളോ ചെയ്താലും ഈ മാച്ച് പ്രഷറിനെ കൺട്രോൾ ചെയ്യാം. കുറക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പം ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാച്ച് പ്രഷർ ഏറ്റവും കൂടുതലായിരിക്കും. പക്ഷെ ഐ നോ ഹൗ ടു ഷൂട്ട് ഇൻ എ പ്രഷർ. അതാണ് വ്യത്യാസം. സാർ, ആ സീക്വൻസസ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? സീക്വൻസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അലൈൻമെന്റ് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഷൂട്ടറും ടാർഗറ്റും തമ്മിലുള്ള അലൈൻമെന്റ് അല്ല, ഗണ്ണും ടാർഗറ്റും തമ്മിലുള്ള അലൈൻമെന്റ്. ഷൂട്ടർ മേ ബി ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ബേസിക്കലി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു പുള്ളി ടാർഗറ്റ് എടുക്കുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിന് കറക്റ്റായിട്ട് നിൽക്കണം എന്നൊക്കെ ചിലവർ പറയും. അത് ഓക്കെയാണ്, ഞാൻ മോശം പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ സ്ട്രിങ്ങിന് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ റൈഫിൾ കറക്റ്റായിട്ട് ടാർഗറ്റിൽ വരുന്നുണ്ടോ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ എഫേർട്ട്. മീൻസ് നമ്മൾ കൈ കൊണ്ടോ ഷോൾഡർ കൊണ്ടോ പുഷോ പുള്ളോ ചെയ്യാതെ, അതല്ലേ വേറെ പ്രഷേഴ്സ് ഒന്നും കൊടുക്കാതെ ടാർഗറ്റിൽ വന്ന് നിൽക്കുന്നുണ്ടോ, അതാണ് അലൈൻമെന്റ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ അലൈൻമെന്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഹോൾഡ്, എൻഡ്യൂറേഷൻ ഓഫ് എൻഡ്യൂർ ഉണ്ടാവണം. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാച്ച് ഇപ്പം സപ്പോസ് ടേക്ക് ഒരു 3 പൊസിഷൻ മാച്ച് 1.5 hour. 1.5 hour ഒരു നല്ല മാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു പ്രാക്ടീസ് 4 hours. ആ 4 hours പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അണ്ടർ പ്രഷറിൽ ഒരു മാച്ച് ചെയ്യാൻ പറ്റൂ. അപ്പം നമ്മൾ എൻഡ്യൂറൻസ് എന്ന് പറയുന്ന ഹോൾഡ് എന്ന് പറയുന്ന എൻഡ്യൂറൻസ് ആണ്. അപ്പോൾ അത്രയും നേരം ആ ഒരു ലെയിനിൽ ഫിസിക്കലി മെൻ്റലി നിൽക്കാനുള്ള കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഹോൾഡ്. അത് കഴിഞ്ഞ് പിന്നെയുള്ള സീക്വൻസ് ആണ് സൈഡ് പിക്ചർ. സൈഡ് പിക്ചർ എങ്ങനെ കാണുന്നുള്ള എല്ലാവർക്കും അറിയാം. അത് എല്ലാ സമയത്തും സ്വീപ്പ് സൈറ്റ് ആണെങ്കിൽ കോയിൻസൈഡ്, ഓപ്പൺ സൈറ്റ് ആണെങ്കിൽ മാച്ച് ദ ഫ്രണ്ട് സൈഡ് ആൻഡ് ബാക്ക് സൈഡ്. അപ്പോൾ കോച്ചസ് പറഞ്ഞു തന്ന പോലെ ആ സൈഡ് പിക്ചറിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യണം, ഓൾ ദ ടൈം. അത് ഒരു സീക്വൻസ്. ദെൻ കമ്മിങ് ബ്രീത്തിങ്ങിൻ്റെ പാറ്റേൺ. ഒരു ഷോട്ടിന് ഇപ്പോൾ സപ്പോസ് നമ്മൾ 2 ബ്രീത്ത് എടുത്തു, ചില സമയത്ത് പ്രഷർ കൂടിയപ്പോൾ 4 ബ്രീത്ത് എടുത്തു, ചില സമയത്ത് ബ്രീത്ത് എടുത്തില്ല, ഒറ്റ ബ്രീത്തിൽ പിടിച്ച് ഫയർ ചെയ്തു. അപ്പം ബ്രീത്ത് സീക്വൻസ് ഇല്ലെങ്കിൽ നമ്മൾ ലങ്സിൽ ഓക്സിജൻ കപ്പാസിറ്റി, ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും, നമ്മളെ മെമ്മറി കുറയും, നമ്മൾ കാണുന്ന ടാർഗറ്റ് ബ്ലർഡ് ആയിരിക്കും. ബട്ട് അത് കുറച്ച് ഒരു 4 to 5 seconds അത് അറിയാൻ പറ്റില്ല. അപ്പം ബ്രീത്തിൻ്റെ സീക്വൻസ് ഫോളോ ചെയ്യണം. അപ്പം ബ്രീത്തിങ് ഒരു സീക്വൻസ് ആണ്. ദെൻ കമ്മിങ് ട്രിഗറിങ്. ആ ട്രിഗറിങ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടാവണം. ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ സ്വീപ്പ് സൈറ്റുകളിലും
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ് ഉണ്ട്. ആ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇടയിലുള്ള പോസ് കുറക്കണം. ഫസ്റ്റ് സ്റ്റേജ് എടുത്തു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ദെൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫയർ ചെയ്തു. അപ്പം ദാറ്റ് വിൽ ബി ലൈക്ക് ഹണ്ടിങ്. ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും കിട്ടണമെന്നില്ല നല്ലൊരു ഷോട്ട്. അപ്പോൾ ആ സീക്വൻസ് ഫസ്റ്റ് സ്റ്റേജ് ഫോളോഡ് ബൈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പം ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇടയിൽ പോസ് കുറച്ച് ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോഴാണ് നമുക്കൊരു ഗുഡ് ടെൻ കിട്ടുന്നത്. അപ്പോൾ അതൊരു സീക്വൻസ് ട്രിഗർ. ദെൻ കമ്മിങ് ഫോളോ അപ്പം 5 സീക്വൻസ്. ഈ 5 സീക്വൻസ് മെന്റലി എന്താ പറയണ്ടത്, നമ്മളിപ്പം ഒരു ലൈനിലാണെങ്കിൽ എവറി ആഫ്റ്റർ ലോഡിങ് ഈ 5 സീക്വൻസ് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുവാണെങ്കിൽ മാർജിനൽ ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത ഷൂട്ടിംഗ് സെഷനിൽ തന്നെ. അപ്പം നമ്മൾ ലോഡ് ചെയ്ത ഉടനെ ബാക്കി ഒന്നും നോക്കാതെ നേരെ 10 കിട്ടുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. ഇഫ് യു ഫോളോ ഈ സീക്വൻസുകളെല്ലാം ഫോളോ ചെയ്യാന്നെങ്കിൽ യു ക്യാൻ മോഡറേറ്റ് ഒരു നല്ലൊരു സ്കോർ ക്രിയേറ്റ് ചെയ്യാം. ഈ സീക്വൻസ് 5 സീക്വൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഇൻഡിവിജ്വലിനും ഇതിനുള്ളിൽ തന്നെ സബ് സീക്വൻസസും കിട്ടും. സബ് സീക്വൻസസ് ഓരോ ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും ഓരോരാളുടെ തിങ്കിങ്ങും വർക്കിംഗ് സ്റ്റൈലിൻ്റെ മുകളിലാണ് കിട്ടുന്നത്. അപ്പം ട്രൈ ടു മേക്ക് മോർ ദാൻ 10 to 12 സീക്വൻസ് ഫോർ എ ഷോട്ട്. അപ്പം അതിനുശേഷം അത് റൈറ്റ് ഡൗൺ ചെയ്ത് ആ സീക്വൻസസിൽ മാത്രം ഫോളോ ചെയ്ത് അതിനെ സെൽഫ് ടോക്ക് ചെയ്തിട്ട് ഓരോ ഷോട്ടും ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രഷർ വളരെ അധികം കൺട്രോൾ ചെയ്യാം. പ്രഷർ കൺട്രോളില്ല, പ്രഷറിൽ ഷോട്ട് കൺട്രോൾ ചെയ്യും. ഹലോ, കേൾക്കാം സർ, ഹലോ, കേൾക്കാം. കേൾക്കാം. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ഈ ഫോളോ ത്രൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഫോളോ ത്രൂ ശരിക്കും മസ്റ്റ് ആണോ? നമ്മളത് അത് നമ്മൾ ഫോളോ ചെയ്യുന്നോണ്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എങ്ങനെ നമ്മുടെ ആദ്യം പ്രാക്ടീസിൽ ഈ ഫോളോ ത്രൂ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഫോളോ ത്രൂ നമ്മൾ അതായത് ഫയർ ചെയ്തതിനു ശേഷം നമ്മൾ ആ സെയിം പൊസിഷനിൽ തന്നെ തുടരുന്നതിനല്ലേ ഫോളോ ത്രൂ എന്ന് പറയാ? അതുകൊണ്ട് എന്താ കാര്യം, ഫയർ ചെയ്ത് കഴിഞ്ഞില്ലേ? അതായത് നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ഐ കോണ്ടാക്ട് കളയാതെ കറക്റ്റ് ടാർഗറ്റിൽ തന്നെ വീണ്ടും നമ്മൾ അതേ പൊസിഷൻ തന്നെ നിൽക്കുക എന്നല്ലേ ഫോളോ ത്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അല്ല, ആക്ച്വലി അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ആസ് എ ഷൂട്ടർ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. പക്ഷേ അതിന് ഡിഫൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലരും പല തരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. മൈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫോളോ ത്രൂ എന്ന് പറയുന്നത് ഒരു ഷോട്ട് നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ അത് ടാർഗറ്റിൽ എത്താൻ ഒരു ടൈം എടുക്കുമല്ലോ, സം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. എയർ റൈഫിൾ ആയാലും ശരി, അത്രയും ടൈം എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൂടാതെ ഫുൾ ഗണ്ണിനെ വിത്തൗട്ട് മൂവ്മെന്റ് ഹോൾഡ് ചെയ്യുക എന്നതുള്ളതാണ് ഫോളോ ത്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ ടാർഗറ്റിൽ എത്തുന്നത് വരെ. അപ്പോൾ ഇറ്റ് മേ ടേക്ക് മൈക്രോ സെക്കൻഡ്, ബട്ട് വി ആർ ഗിവിംഗ് എക്സ്റ്റെൻഡഡ് ടു 1 or 2 seconds മോർ. ഓക്കെ. അപ്പം ഫോളോ ത്രൂ എന്ന് പറയുമ്പോൾ ആ ഷോട്ട് പോയി അവിടെ കൊള്ളുന്ന സമയത്ത് നമുക്ക് കാണുന്ന ആ ബാരൽ മൂവ്മെന്റും അത് നമുക്ക് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് തരും. അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലാതെ നമ്മൾ ഫയർ ചെയ്തതിന് ശേഷം ആ ടാർഗറ്റിൽ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയതിനെ കൊണ്ട് അത് കൺസെപ്റ്റ് അറിയാതെ ചെയ്തുകൊണ്ട് ഗുണമില്ല. ഫോളോ ത്രൂ. ഓക്കെ. സാർ ഒരു ഡൗട്ട്. സാർ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് ആ ഹോൾഡ് ചെയ്ത ബ്രീത്തിൽ ട്രിഗർ ചെയ്യുന്നതാണോ നല്ലത്, അതോ ഹോൾഡ് ചെയ്ത ബ്രീത്ത് പകുതിയോ കുറച്ചോ വിട്ടിട്ട് പിന്നെ ട്രിഗർ ചെയ്യുന്നതാണോ നല്ലത്? അങ്ങനെയല്ല, ഒരു ബ്രീത്തിങ് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന 2 or 3 ബ്രീത്ത് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ബോഡീനെ ഫുൾ ബോഡി എനർജൈസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഷാലോ ബ്രീത്തുകൾ നമ്മളെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്ത് ടാർഗറ്റിൽ നിർത്താനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷാലോ ബ്രീത്ത് ചെയ്ത് ലാസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 20 to 30% ഓക്സിജൻ നമ്മളെ ലങ്സിൽ ഉണ്ടാവണം. ദാറ്റ് വിൽ സസ്റ്റെയിൻ ഫോർ ഒരു 5 to 6 seconds. അപ്പം നമ്മൾ പറയുന്നത് ആ 5 to 6 seconds ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷോട്ട് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ഒരു 30% എപ്പോഴും നമ്മളെ ലങ്സിൽ ഹോൾഡ് ആയിരിക്കണം. ആ ഹോൾഡ് ചെയ്തിട്ടാണ് ഫയർ ചെയ്യേണ്ടത്. എല്ലാ ഓക്സിജനും വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 seconds നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ. സർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ. ബേസിക്കലി ഈ നമ്മുടെ
ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് പോലൊരു വലിയൊരു ഇതില് സാറ് ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഗുഡ് സജഷൻ. അപ്പൊ അതിനകത്ത് എത്തിച്ചേരണമെങ്കിൽ ഏതെല്ലാം ഇവന്റ്സ് ഞാൻ ഈ പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ഗുഡ്. അപ്പൊ അതാ ഞാൻ അതിന് ഹയറാർക്കി എങ്ങനെയായിരിക്കും ഒന്നൊന്ന് ബ്രീഫ് ചെയ്യാമോ സാർ? ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ഒരു ന്യൂ ഷൂട്ടർ ആണെങ്കിൽ ഫസ്റ്റ് ടു സെലക്ട് ഡിസ്ട്രിക്ട് ലെവലുള്ള മാച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് സോണോ പ്രീ നാഷണലോ ഫോർ നാഷണൽ ക്വാളിഫിക്കേഷൻ. ആ നാഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് നാഷണൽ ഷൂട്ടിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ നമ്മൾ ട്രയൽസിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുമല്ലോ. ട്രയൽസിന് ക്വാളിഫിക്കേഷൻ കിട്ടി ആ സ്കോർ വെച്ചിട്ട് ഒരു വർഷത്തിൽ 6 സെലക്ഷൻ ട്രയൽസാണ് ഉള്ളത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്. ആ തേർഡ് ഫോർത്ത് ചില സമയത്ത് തേർഡും ഫോർത്ത് ഒരു കുമാർ സുരേന്ദ്ര ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ അത് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് എ ട്രയൽ. അപ്പം 6 മാച്ചുകളിൽ ഹയസ്റ്റ് 5 മാച്ചിന്റെ ആവറേജ് എടുത്തിട്ടാണ് നാഷണൽ സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലിപ്പം പറയാന്നെങ്കിൽ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ഉണ്ട്. അതിൽ ഓരോ ഇവന്റ് അനുസരിച്ച് ടോപ്പ് 15 ആണ് 10 മീറ്ററിലുള്ള ടോപ്പ് എ ഗ്രൂപ്പ്. അതുപോലെ 3 പൊസിഷനിലും എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഇവന്റുകളിലും എ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ എ ഗ്രൂപ്പിലുള്ളവർ ഇന്റർനാഷണലിന്റെ പാർട്ടിസിപ്പേഷന് മെയിൻലി പോകുന്നത് വെച്ചാൽ ബി ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പിലേക്ക് വരാം. നെക്സ്റ്റ് സെലക്ഷൻ ട്രയലോ ഏതെങ്കിലും നല്ല സ്കോർ അടിച്ചു കഴിഞ്ഞാൽ ബി ഗ്രൂപ്പിലുള്ളവർക്ക് എ ഗ്രൂപ്പിൽ വരാം. പക്ഷെ എ ഗ്രൂപ്പിലുള്ളവരാണ് ഇന്റർനാഷണൽ പോകുന്നത്. ആ ഇന്റർനാഷണൽ പോകുന്നവർ എ ഗ്രൂപ്പിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന വലിയ വലിയ കോമ്പറ്റീഷനുകളിൽ ഒളിമ്പിക് കോട്ട കിട്ടും. അപ്പൊ ആ ഒളിമ്പിക് കോട്ട കിട്ടുന്നത് പർട്ടിക്കുലർ പേഴ്സൺ അല്ല, ദിസ് ഫോർ കൺട്രി. അപ്പൊ ആ കൺട്രിക്ക് കിട്ടുന്ന കോട്ട സപ്പോസ് 2024 ഒളിമ്പിക് കഴിഞ്ഞ് ഇനി 28 ഒളിമ്പിക് ആകുമ്പോഴേക്ക് എല്ലാ കോട്ട പ്ലേസിങ്ങും 27 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവും. 28 എപ്പോഴാണ് ഒളിമ്പിക്സ് അതുവരെ ആ കോട്ട കിട്ടിയ ആള് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്കോറ് ആ പർട്ടിക്കുലർ പേഴ്സൺ പോവും. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉള്ള സെലക്ഷൻ ട്രയൽ, ഇപ്പം കഴിഞ്ഞ ഒളിമ്പിക്സിലുള്ള 5 സെലക്ഷൻ ട്രയൽ മാതിരി സെലക്ഷൻ ട്രയൽ നടത്തിയിട്ട് അതിൽ ടോപ്പ് ആരാന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ് അപ്പോൺ എന്താ വേണ്ടത്, ഫെഡറേഷൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയും ഡിസിഷൻ. ട്രയൽ നടത്തണോ അല്ല എല്ലാ സ്കോറിൻ്റെ ആവറേജ് എടുത്താൽ മതി എന്നുള്ളത് അനുസരിച്ചിട്ട് ആരാണ് ടോപ്പ് ഉള്ളത്, ടോപ്പിൽ എല്ലാ ഇവൻറ്റുകളിലും ടോപ്പ് 2 ആണ് ഒളിമ്പിക്സിൽ പോകുന്നത്. അപ്പം ഗോട്ടെ എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അങ്ങനെ മാത്രമേ നമുക്കൊരു ഒളിമ്പിക് പാർട്ടിസിപ്പേഷൻ പറ്റൂ. പിന്നെ വിന്നിങ് ഈസ് ഡിഫറെൻറ്റ്. ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. ഞാൻ സാർ താങ്ക് യു. ഇറ്റ് വാസ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് എ നൈസ് ഇൻഫർമേഷൻ ഫോർ ഓൾ ദ ഷൂട്ടേഴ്സ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ദയവായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും എല്ലാവരും നല്ല കേപ്പബിലിറ്റി ഉള്ളവരാണ്. എല്ലാവരും ഒളിമ്പിക്സിൽ എത്തട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാറ് രഘുനാഥ് സാറ് പറഞ്ഞ പോലെ എല്ലാവരും ടാർഗറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ടാർഗറ്റുകൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കും, അവിടെ നിന്ന് തിരിച്ച് ബാക്ക്വേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇത്രാമത്തെ വർഷം സാർ നേരത്തെ പറഞ്ഞ പോലെ 2022 അടുത്ത ഒളിമ്പിക്സ്, അതല്ലെങ്കിൽ അതിനു ശേഷമുള്ള ഒളിമ്പിക്സിൽ എപ്പോഴാണെന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആവുന്നത്. ഒരു നടക്കാത്തൊരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ട് കാര്യമില്ല എന്ന് സാറ് സൂചിപ്പിച്ച പോലെ കൃത്യമായ പ്ലാനിങ്, അതോടൊപ്പം എന്നത്തേക്ക് നമുക്കത് എത്തിച്ചേരാൻ പറ്റും. ഇപ്പൊ സാറ് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഏതൊക്കെ ഇവന്റ്സ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ എത്താനായിട്ട് സാധിക്കുക, ഏതൊക്കെ ഇവന്റ്സ് കഴിഞ്ഞാലാണ് ഇന്റർനാഷണൽ എത്താൻ സാധിക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു എല്ലാ ആൾക്കാരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് ഇടുക. ഞാനത് സാറിനടുത്ത് ഒന്നുകൂടെ ക്ലാരിഫൈ അല്ലെങ്കിൽ നമുക്ക് നോട്ടാക്കി സബ്മിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാ കുട്ടികളും ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദിലീപ് അൺമ്യൂട്ട് ആണ്. ചോദിക്കാനാണെങ്കിൽ ചോദിക്കൂ. 1-2 പേര് അൺമ്യൂട്ട് ആയിട്ട് ഇരിക്കുന്നു. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക ദയവായി. ആർക്കെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ? സാം,
ഇല്ല, അല്ല അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഓക്കെ ആ സാർ, അങ്ങനെയാണെങ്കിൽ മറ്റാർക്കും ക്വസ്റ്റ്യൻസ് ഇല്ല എങ്കിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മനോജ് എങ്കിൽ സാറേ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സാർ. ചോദിച്ചു. സാറേ, ഞാൻ ഇനിയൊരു ടെക്നിക്കൽ സൈഡ് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ ഞാനൊരു റൈഫിൾ ഷൂട്ടറാണ്. ഞാൻ ക്ലബിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഷൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ റൈഫിൾ എടുത്ത് ഫസ്റ്റ് ഷോട്ട് നമ്മൾ 10 എയിം ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് മിക്കവാറും ഒരു 3 o'clock അല്ലെങ്കിൽ ഒരു 6 o'clock അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാണ് ഷോട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ എന്നായാലും അത് ഞാൻ ഫസ്റ്റ് ഷോട്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. അത് ആ ഫസ്റ്റ് ഷോട്ട് റൈഫിള് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ അത് അങ്ങനെ വരാറുണ്ട്. കറക്റ്റ് അത് നമ്മളെന്താ പറയാ, അതിന്റെ എയിമിൽ കറക്റ്റ് 10 എത്താറില്ല. 10 8 9 എത്താറില്ല. ഇല്ല ഇല്ല. അപ്പൊ അതിന് ഞാനത് കാരണം വെച്ചാല് ആ അതിനുള്ള കാരണം ബാരൽ നമ്മള് വാമപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാരലിനും കുറച്ച് വാമപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു 5 6 ഷോട്ട് കഴിഞ്ഞാൽ മാത്രമേ ബാരൽ വാമപ്പ് ആയി കഴിഞ്ഞ് സെന്ററിലോട്ട് വരുള്ളൂ. അതാണ് അതിന്റെ മെയിൻ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രോബ്ലം ശരിക്കും നമ്മളൊരു കോമ്പറ്റീഷന് ചെല്ലുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 6 ഷോട്ട്, സാർ പറഞ്ഞ രീതിയിൽ ഒരു 6 ഷോട്ട് 7 ഷോട്ട് നമ്മുടെ പോയിന്റ്സിന് ഒരുപാട് ബാധിക്കില്ലേ സാർ? ഇല്ല, നമ്മൾ സൈറ്റർ കഴിഞ്ഞിട്ടല്ലേ മാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സൈറ്ററിൽ അൺലിമിറ്റഡ് ഓക്കെ സൈറ്റർ, യു ക്യാൻ ഷൂട്ട് ഒരു 30-40 ഷോട്ട്സ് ഇൻ ബിറ്റ്വീൻ ഓക്കെ ബിഫോർ മാച്ച് സ്റ്റാർട്ട്. ദെൻ അതിനൊപ്പം തന്നെ നമ്മൾ ഈ പുൾ ത്രൂ ചെയ്യുന്നത് ശരിക്കും ഷൂട്ടിങ് ഇവന്റിന് മുമ്പ് നമ്മൾ റൈഫിൾ പുൾ ത്രൂ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാ സാർ അതിന്റെ ക്ലീനിങ്, എല്ലാ ബാരൽ ക്ലീനിങ്? ടു ഗണ്ണാണെങ്കിൽ അത് എല്ലാ സമയത്തും എല്ലാ ഫയറിങ്ങിന് ശേഷം ആ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലെ വാക്സും റെസിഡ്യൂസും ഒക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റും. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ സജഷൻ അനുസരിച്ച് നമ്മൾ ഇപ്പം 2 ഫയർ ചെയ്യാന്നെങ്കിൽ എവറി ഷൂട്ടർ എപ്പോഴും ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഓയിലിംഗ് ചെയ്ത്, എന്നിട്ട് മാത്രമേ ആർമറിൽ തിരിച്ചു വെക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഇന്ന് പർട്ടിക്കുലർ ഷൂട്ടർ ചെയ്തു അടുത്ത ഒരു ഷൂട്ടേഴ്സിന് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഷൂട്ടേഴ്സിന് ഗുണം ചെയ്യും. ഓക്കെ അത് മാച്ച് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒരു ലൈറ്റ് പുൾ ത്രൂ ചെയ്യാം. ഓക്കെ ഓക്കെ അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. എയറിൽ പൊതുവെ പുൾ ത്രൂ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനൊരു ഒരു ക്ലീനിങ് പെല്ലറ്റ് വരാനുണ്ട്. അത് ഒരു 2 പെല്ലറ്റോ 3 പെല്ലറ്റോ ഒരു മാച്ചിന് മുമ്പോ അല്ല ഒരു 3000 ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ്. അതല്ലാതെ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമൊന്നും എയറിൽ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഹലോ സാർ. ഹലോ ഹലോ, പേര് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. പറഞ്ഞു. സാർ, ഞാൻ ഗതികൃഷ്ണയാണ്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ ആണ്. അപ്പോൾ ഞാനിപ്പോ ക്ലാസ് 11ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഈ വെക്കേഷൻ സമയത്ത് ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടി ചാടിയിട്ട് ചേർന്നതാണ്. അപ്പോൾ 2 മാസം കൊണ്ട് ഞാൻ ജസ്റ്റ് അത്ര പോയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒരു ക്രൈസ് കൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ്. എനിക്ക് സ്പോർട്സിന് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ഞാൻ ജസ്റ്റ് 2 മാസം പോയി. അങ്ങനെ ആദ്യം ഡിസ്ട്രിക്ട് ക്വാളിഫൈ ചെയ്തു. സ്റ്റേറ്റില് ഗോൾഡ് അങ്ങനെ ടീമിൽ കിട്ടി. പിന്നെ സൗത്ത് സോണിൽ ക്വാളിഫൈ, പിന്നെ എക്സാംസും 11th കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സംശയം ഒക്കെയാണ്, എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. ഞാൻ മിക്ക മാച്ചിലും ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അതിന്റെ ടോട്ടൽ ടൈം ഇപ്പൊ 1 മണിക്കൂറായിരിക്കാം. പക്ഷെ അതിന് വളരെ ഫാസ്റ്റ് ആയിട്ട് 1/2 മണിക്കൂറിലൊക്കെ എനിക്ക് ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് ഷോട്ട് ചെയ്ത് മാച്ച് തീർക്കാറുണ്ട്. അപ്പൊ എന്റെ കോച്ച് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ടൈം എപ്പോഴും കുറച്ചുകൂടി നല്ല ടൈം എടുത്ത് കുറച്ചുകൂടി ബെസ്റ്റ് ഷോട്ട്സ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്? എനിക്ക് വേഗം ചെയ്യുമ്പോഴാണ് ഒരു ഇത് കാരണം എനിക്ക് അധികം മാച്ചസ് ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ സമയം ഇല്ലാത്തതുകൊണ്ട്, മാച്ച് ചെയ്യാത്തതുകൊണ്ടും എനിക്ക് ഇങ്ങനെ ടൈം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യാനുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ വേഗം ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതെങ്ങനെയാണ് സാറിന്. ഓക്കെ, അത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അത് വെച്ചാൽ 2 തരത്തിലുണ്ട് ഇതിന്റെ ആൻസർ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സീക്വൻസ് എന്ന് പറയുന്നില്ലേ, നേരത്തെ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത സീക്വൻസസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഈ ടൈമുകളിലെല്ലാം സെറ്റ് ചെയ്തത് ആ രീതിയിലാണ്. ഒരു ഷോട്ടിന് ഒരു എയർ റൈഫിൾ ആണെങ്കിൽ ഒരു 30 to 35 സെക്കൻഡ്സിൽ നമുക്ക് ആ ഷോട്ട് സീക്വൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ഗുഡ് ടൈമിങ്. അപ്പോൾ അതിന് മുന്നിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐദർ യു ഷോർട്ട് കട്ട് ദ സീക്വൻസസ് ഓർ ഒമിറ്റിംഗ് ദ സീക്വൻസസ്. അപ്പം ഫാസ്റ്റ് ചെയ്യുക എന്നതിനേക്കാളും കൂടുതൽ റിതത്തിൽ ചെയ്യുക എന്നുള്ളത്. ഈ റിതം എന്ന് പറയുന്നത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. റിതം എന്ന് പറയുന്നത്, റിതം എന്താണെന്ന് വെച്ചാൽ നത്തിങ് ബട്ട് നമ്മൾ എല്ലാ സീക്വൻസസും ഡൂയിങ് ഇൻ എ ഷോർട്ടർ ടൈം ആൻഡ് റിപ്പീറ്റിംഗ് ഇൻ ദ സെയിം ഇൻ്റർവെൽ. അതാണ് റിതം. അപ്പോൾ ഈ ഇൻ്റർവെല്
കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഫയർ ചെയ്യുന്നത് സ്പീഡ് ആവുന്നത്. അത് ഇന്റർവെൽ കുറയുന്നതും സീക്വൻസസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഈ ടൈം കുറവേ വരുള്ളൂ. സീക്വൻസ് ഫോളോ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിൽ മാച്ച് തീർക്കാൻ പറ്റും. പിന്നെ ഈ മാച്ച് ടൈമിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും ഹലോ കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. കേൾക്കാൻ അല്ല, വീഡിയോ ഒക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു എയർ റൈഫിൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 60 ഷോട്ട്സ് 1 hour 15 minutes ആണ് തന്നെ ഉള്ളത്. അപ്പം നമ്മൾ ഒരു ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ടേക്ക് എ 12 to 15 minutes ഫോർ ഫസ്റ്റ് സീക്വൻസ്. അത് കഴിഞ്ഞിട്ടുള്ള സീക്വൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഒരു 8 മിനിറ്റും 9 മിനിറ്റ്സിലൊക്കെ തീരും. അങ്ങനെ ആ കണ്ടീഷനിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ടൈം ലിമിറ്റ് ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടൈം മാനേജ്മെന്റ് പ്രശ്നമോ മാച്ചിൽ തീരൂല എന്നുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വേറൊരു ഷൂട്ടേഴ്സിന്റെ ടൈം ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഷൂട്ടർ പെട്ടെന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ അത് നോക്കി ഞാൻ ലേറ്റ് ആവുന്നുണ്ടോ എന്ന് തോന്നും. എന്നുവെച്ചാൽ എന്താ കാരണം വെച്ചാൽ ഞാൻ ചെയ്യുന്നത് സമയം എത്രയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ആ പ്രഷർ വരുന്നത്. ഒരു ഷോട്ടിന് ഞാൻ എത്ര സമയം എടുക്കുന്നു എന്നത് കൃത്യമായിട്ട് അറിയില്ല. എന്നുവെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഹറി ആയിട്ട് കുറേ ഷോട്ട് ചെയ്യും. ലാസ്റ്റ് നോക്കുമ്പോഴേക്ക് അരമണിക്കൂർ ബാക്കി ഉണ്ടാവും 1 മണിക്കൂറിലെ മാച്ചിൽ. ദർ ഇസ് നോ യൂസ് ദ ടൈം കറക്റ്റ്ലി. ഓക്കെ. Thank you, sir. Any other question? Sir, hello. ഹലോ, സർ ഞാൻ ജ്യോതികയാണ്, കണ്ണൂർ റേഞ്ചിലുണ്ടായത്. സർ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഈ കോമ്പറ്റീഷനുള്ള സമയത്ത് ഇപ്പം വേറെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് നമുക്കത് എഫക്ട് ചെയ്യാൻ തുടങ്ങുമല്ലോ. ലൈക്ക് ഇപ്പം തണുപ്പുള്ള സമയത്ത് നമ്മള് മാച്ച് അത്ര ശരിയാവില്ല, അല്ലെങ്കിൽ നല്ല ചൂടാണെങ്കിൽ അത് നമ്മളെ എഫക്ട് ചെയ്യും. അത് നമുക്ക് എങ്ങനെയാണ് അത് ശരിയാക്കാൻ പറ്റുക? അതിപ്പം പറയുന്നത് നമ്മൾ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഡൽഹിയിൽ ഒരു ഡിസംബർ മാസത്തിൽ മാച്ച് ആണെങ്കിൽ ഇത് വെരി ഹാർഡ്. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്നത് വെച്ചാൽ ഒരു 4-5 ദിവസം മുന്നേ അവിടെ എത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ക്ലൈമറ്റുമായിട്ട് കുറച്ചൊന്ന് പൊരുത്തപ്പെടും. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് സൊല്യൂഷൻസ് ഒന്നുമില്ല. Thank you, sir. ഓക്കെ. Thanks, Shubham. Any other question? മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു അവസരം തന്നതിൽ സാറിനെ പോലെ ഒരു സീനിയർ ആള് നമുക്കൊരു ക്ലാസ് എടുക്കാൻ വന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നിങ്ങൾ എല്ലാ പേരും, അതായത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒളിമ്പിക്സിൽ എത്തണം, മെഡലിസ്റ്റ് ആകണം എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം. അപ്പൊ അതിനായി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കൃത്യമായ പ്ലാൻ ചെയ്ത് ഓരോ ഇവന്റ്സും സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ഇവന്റ്സും കടന്ന് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു വലിയ നിലയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന് ക്ലാസ് എടുക്കാനായി വന്ന PT രഘുനാഥ് സാറിന്, സീനിയർ ആയിട്ടുള്ള നമ്മുടെ കോച്ചായ PT രഘുനാഥ് സാറിന് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികളുണ്ട്, എനിക്ക് തോന്നുന്നു സീനിയർ ഷൂട്ടേഴ്സ് ഉണ്ട്, കോച്ചസ് ഉണ്ട്, എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രഘുനാഥ് സാർ. താങ്ക് യു. താങ്ക് യു സർ.